ഓഡിയൻസ് മാറിയാലും പ്രോഡക്റ്റ് നല്ലതാണെങ്കിൽ തീർച്ചയായിട്ടും വർക്ക് ചെയ്യേണ്ടതാണ്. അപ്പൊ ഇത് പിന്നെ വേറൊരു കാര്യമുണ്ട്, നമ്മൾ ഈ ഓഡിയൻസ് മാറുന്ന വെച്ചാൽ ഒത്തിരി വർഷങ്ങളായിട്ടില്ലല്ലോ, കുറച്ച് വർഷങ്ങളായിട്ടില്ല. അപ്പോ അന്നുള്ളവരൊക്കെ ഒരു 10-12 വർഷം കഴിഞ്ഞിട്ടുള്ള ഒരു ഏജ് ആവുന്നുള്ളൂ. പക്ഷെ ഫാമിലി ഓഡിയൻസിന് എപ്പോഴും അതിൻ്റെതായ ഒരു നല്ലൊരു പ്രോഡക്റ്റ് ഫാമിലി ഓഡിയൻസിന് കൊടുത്താൽ അത് എക്കാലത്തും, അത് ഏത് ജനറേഷൻ ആയാലും അത് കയറി വിജയിക്കണം. അപ്പൊ അങ്ങനെ ഒരു കോൺഫിഡൻസ് ഇതിലുണ്ട്. ഇപ്പൊ ബേസിക്കലി നമ്മളൊക്കെ ഇപ്പൊ മെയിൻലി യൂത്ത് ഓറിയന്റഡ് ആയിട്ടുള്ള ഫിലിംസ് കുറെ വരുമ്പോൾ അതിൽ ഫാമിലിക്കും കൂടിയും സ്വീകരിക്കാവുന്ന രീതിയിൽ പടങ്ങൾ വന്നാൽ അതൊരു ഉറപ്പായിട്ടും വിജയിക്കേണ്ടതാണ്. അപ്പൊ ആ ഒരു കോൺഫിഡൻസിലാണ് നമ്മളെപ്പോഴും സബ്ജക്റ്റും നമ്മുടെ ക്യാരക്ടേഴ്സും നമ്മുടെ മേക്കിങ്ങും ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ ലോജിക്കലി അത് ക്ലിക്ക് ആവേണ്ടതാണ്. അപ്പൊ അത് നമ്മൾ അങ്ങനെ ആലോചിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇറ്റ് ഡസന്റ് വർക്ക്. അങ്ങനെ തീർച്ചയായും അതിപ്പോ ഈവൻ ഇപ്പൊ ഒരു ഭയങ്കര യൂത്ത്ഫുൾ ആയിട്ട് യൂത്തിന് പറ്റിയ പടം ചെയ്തു, പക്ഷെ സബ്ജക്ട് അങ്ങോട്ട് വീക്ക് ആണെങ്കിൽ പിന്നെ എന്ത് ജനറേഷൻ വന്നിട്ടൊരു കാര്യമില്ല. അപ്പൊ എല്ലാ വർഷവും അന്നും ഇന്നും ആണെങ്കിൽ തന്നെ എല്ലാ വർഷവും പടങ്ങളുടെ വിജയിക്കുന്നതിന്റെ എണ്ണങ്ങൾ നോക്കിയാൽ കുറവാണ്. അത് ഏത് ജനറേഷൻ ആണെങ്കിലും ശരി. അന്ന് സിനിമകൾ കുറവായിരുന്നു. ഇന്ന് സിനിമകൾ ഇപ്പോൾ റിലീസ് ചെയ്യുന്ന ഒരു തിയേറ്ററിൽ 13-15 സിനിമയാണ്. അതിന്റെ കാലഘട്ടത്തിന്റെ വ്യത്യാസമുണ്ട്. ചാലഞ്ച് കൂടുന്നുണ്ട് നമുക്ക് തീർച്ചയായിട്ടും. ഈ പറഞ്ഞ പോലെ ചാലഞ്ചും കൂടുന്നുണ്ട്. അതിനനുസരിച്ചിട്ട് നമുക്ക് ഒരു ടെൻഷനും കൂടാവുന്നതാണ്. പിന്നെ നമ്മുടെ പ്രോഡക്റ്റ് നമ്മൾ ഏതെങ്കിലും ഒരു സ്റ്റാൻഡ് എടുത്ത് പോകുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്ത് പറയുമ്പോഴും കൊള്ളാം പക്ഷേ എന്നുള്ള അവസ്ഥയാവും. അത് നോക്കിയിട്ട് കാര്യമില്ല. അതുണ്ട്, ഇപ്പോഴും അങ്ങനെയാണ്, കൊള്ളാം പക്ഷേ അല്ല അങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല. നമുക്ക് ഇത് കൊള്ളാം, ഇത് വർക്കൗട്ടോ, ആ രീതിയിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. റെയർ ആയിട്ടാണ് ഒരു ടീം വർക്ക് നടക്കുന്നത്. ആ ടീം വർക്ക് ഈ സിനിമയിൽ ഉണ്ടായിരുന്നു. റൈറ്റ് ഫ്രം ദ പ്രൊഡ്യൂസേഴ്സ്, ബോത്ത് ദ ബ്രദേഴ്സ്, അവർ രണ്ടുപേരും, പിന്നെ ഡയറക്ടർ ആൻഡ് ബോത്ത് ഓഫ് us ആൻഡ് റെസ്റ്റ് ഓഫ് ദി ആക്ടേഴ്സ്, ബാക്കി എല്ലാവരും. ഞങ്ങളുടെ DOP ജിത്തു സാറിനെ പറ്റി പറയണം. സച്ച് എ ഗുഡ് ഹ്യൂമൻ ബീയിങ്. പിന്നെ പുള്ളി നല്ല വണ്ടർഫുൾ ടെക്നീഷ്യൻ. പിന്നെ ഞങ്ങളുടെ എഡിറ്റർ അക്കു, ആനിമൽ ഫൈറ്റ് സീക്വൻസ് ഒക്കെ എഡിറ്റ് ചെയ്തിട്ടുണ്ട്. അഖിലേഷ് ഒക്കെ ഐ മീൻ ഈ ടീം. പിന്നെ ഇതിന്റെ ഒരു ബേസിക് മെയിൻ ഇത് ഉണ്ടാവാൻ കാരണക്കാരനായ അർജുൻ, ഞങ്ങളുടെ റൈറ്റർ. അപ്പൊ അദ്ദേഹം സെറ്റില് ഫുൾ ടൈം ഉണ്ടായിരുന്നു. അപ്പൊ ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ ഒരു ഇതായിരുന്നു. ആ ഒരു നന്മ സിനിമയിലുണ്ട്. പിന്നെ തീർച്ചയായിട്ടും ആ നന്മയ്ക്ക് വേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. പിന്നെ എന്ത് സംഭവിച്ചാലും നരയൻ എപ്പോഴും ഒരു വളരെ സെറ്റിൽഡ് ആയിട്ടുള്ള ഒരു ഇതാണ്. പക്ഷെ ഡയറക്ടർ പത്മകുമാർ സർ എപ്പോഴും കാമാ. പുള്ളിക്ക് അങ്ങനെ ആവശ്യമില്ലാത്ത ഈഗോയോ ഒന്നും ഇല്ലാത്തൊരു വ്യക്തിയാണ്. അത് വളരെ റെയറാണ്. ഇപ്പൊ എന്തും പോയി ചോദിക്കാം, എന്തും പറയാം, അഭിപ്രായങ്ങൾ പറയാം. പുള്ളിക്ക് ഓക്കെ എന്ന് തോന്നിക്കഴിഞ്ഞാൽ അന്നായിട്ട് പുള്ളിയുടെ നിലപാട് പുള്ളി വ്യക്തമാക്കും. അവിടെ നയം വ്യക്തമാക്കും ക്ലിയർ ആയിട്ട്, വളരെ ഇതായിട്ട് ഇതാ എനിക്ക് വേണ്ടത്. ബട്ട് നമ്മളൊരു അഭിപ്രായം പറഞ്ഞാലും ആർക്കെന്തെങ്കിലും ഒരു സജഷൻ ഉണ്ടെങ്കിൽ ഒരു ഈഗോ ഇല്ലാതെ പുള്ളി അത് സ്വീകരിക്കും. അത് നല്ലൊരു ഇതാണ്. അതുകൊണ്ട് ഒരു ക്ലാഷോ നെഗറ്റിവിറ്റി ഒന്നും സെറ്റിൽ ഇല്ല. മനസ്സ് വെച്ചാ ചേഞ്ച് ആവാലോ. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് അപ്ലയൻസസുകളുടെ വൈഡ് റേഞ്ചും മൈജി ഫ്യൂച്ചർ സ്റ്റോറുകളിൽ മാത്രം. മൈജി ഫ്യൂച്ചർ ചേഞ്ച് ആകും, വേറൊരു റേഞ്ച് ആകൂ. Neetu's Academy, India's #1 language academy.